ഹായ് എല്ലാ കൂട്ടുകാർക്കും സൂസീസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പോയിരുന്നു, അതിൻ്റെ ഒരു വ്ളോഗാണ്. വാഗമണ്ണിലാണ് പോയത്. വാഗമൺ പറയുമ്പോൾ വാഗമൺ ഫുള്ള് പോയില്ല, അതിക്ക് മുമ്പുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ പോയത്. ഇടുക്കി വാഗമണിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കാഴ്ചകളെല്ലാം കാണാനുണ്ട്, അതുപോലെ നല്ല സ്ഥലങ്ങളാണ്. വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാനൊക്കെ പറ്റും. ഞങ്ങൾ പോയത് നല്ല മഴ സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ഈ ഹോം സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത് കൊണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. അങ്ങനെയാണ് ഞങ്ങൾ പോയത്. ഞാനും എൻ്റെ 2 മക്കളും അവരുടെ കുടുംബവും കൂടിയിട്ടാണ് ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രാവലറിനാണ് പോയിരുന്നത്. ഒരു ദിവസം അവിടെ സ്റ്റേ ആയിരുന്നു പ്രതീക്ഷിച്ചത്. അപ്പം മഴയായി ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ പോക്ക് എത്രത്തോളം ആവുമെന്ന് അറിഞ്ഞൂടാ. എല്ലാവരും മക്കളൊക്കെ ഒരുങ്ങി റെഡിയായിട്ട് ഞങ്ങൾ പോകുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ അണ്ണ, നമസ്കാരം. ചിട്ടിക്കമ്പിയിലെ മനുഷ്യൻ വണ്ടിക്കകത്ത് കയറിയപ്പോൾ പിള്ളേർ പാട്ടൊക്കെ വെച്ചിട്ട് പയ്യെ ഡാൻസൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പാട്ട് മ്യൂട്ട് ചെയ്തു, കാരണം കോപ്പിറൈറ്റ് പ്രതീക്ഷിച്ച് അതങ്ങ് വേണ്ടാന്ന് വെച്ചു കേട്ടോ. അപ്പം പിള്ളേർ ആ പാട്ടിനൊപ്പം ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ മൂത്ത മോളുടെ മദർ ഇൻ ലോയും കൂടി ഉണ്ട്. അങ്ങനെ ഇത്രയും പേരാണ് ട്രാവലറിലുണ്ടായിരുന്നത്. വെളുപ്പിനൊരു 7 മണിക്കൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇപ്പോൾ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു മുട്ടം എത്തിയപ്പോൾ അവിടെ ഒരു ഹോട്ടൽ കണ്ട് അവിടെ കയറി. അവിടെ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. അങ്ങനെ വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല. കുട്ടികൾക്കൊക്കെ അവിടെയുള്ള ഫുഡൊന്നും വേണ്ടായിരുന്നു. അത് കാരണം ജസ്റ്റ് ഞങ്ങളവിടെ കയറി ഒരു ചായയൊക്കെ കഴിച്ച് ചെറിയ രീതിയിലുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് പോവുകയാണ്. മഴയായതുകൊണ്ട് അധികം ഒരു സ്ഥലങ്ങളിലും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഇടുക്കിയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച് അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് യാത്ര പോവാം അല്ലേ. നല്ല മഴക്കാറാണ് കേട്ടോ. പക്ഷേ
മനോഹരമായ കാഴ്ചയാണ്. രാവിലെ ആയ ഒരു 9 മണിയൊക്കെ ആയെങ്കിലും നമുക്ക് ഒട്ടും തോന്നില്ല. ആകാശം മുഴുവനും മൂടി പൊതഞ്ഞ് കിടക്കുകയാണ്. മഴയുടെ ഒരു കുഴപ്പമോടെ ഉണ്ടായിരുന്നു. പക്ഷേ കാഴ്ചകൾ എപ്പോഴും ഭംഗിയാണ്. ഇടുക്കിയുടെ സൗന്ദര്യം മുഴുവനും ആസ്വദിച്ച് ഞങ്ങൾ അങ്ങ് യാത്ര പോയി. ഞങ്ങൾ പോകുന്നത് KPM ടൂറിസ്റ്റ് വില്ലേജ് എന്നും പറഞ്ഞുകൊണ്ട് പാറമടയിലൊരു ഫിഷ് ഫാമാണ്. അവിടെ ഉപ്പുതുറയിൽ തന്നെയാണത്. ആ സ്ഥലത്തൊക്കെ അതാണ് ഫിഷ് ഫാമുകളാണ് അധികം ഉള്ളത്. ഇടയ്ക്ക് ഞങ്ങൾ പോരുന്ന വഴിയിലുള്ള ആ കാഴ്ചകൾ കാണാൻ വേണ്ടി അന്ന് ജസ്റ്റ് മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും അവിടെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അവിടെ ഇറങ്ങി. കുട്ടികളെ ഒന്നും ഇറക്കിയില്ല. ഞങ്ങൾ 2-3 പേര് മാത്രമേ ഇറങ്ങി വീഡിയോ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. വളരെ മനോഹരമാണ് കാഴ്ചകൾ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. KPM ടൂറിസ്റ്റ് വില്ലേജിലേക്ക് എത്തിയിട്ടോ. അതൊരു വലിയ പാറമടയാണ്. അത് നമുക്ക് ഫിഷ് ഫാമായിട്ട് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ പാറമടയിൽ കൊട്ടവഞ്ചിയിൽ നമുക്ക് ഒരു പാക്കേജാണ്. 500 രൂപ കൊടുത്താൽ നമുക്കവിടെ എൻട്രി ഉള്ളേ. അപ്പോൾ 500 രൂപ കൊടുത്ത് ഞങ്ങളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം വന്നു. പക്ഷേ ഭയങ്കരമായ മഴയായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അവിടെ വരുന്നവർക്കെല്ലാം അവർ കോട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായ തിരക്കും. എല്ലാവരും കോട്ടൊക്കെ ഇട്ട് അവിടെ ഇറങ്ങിപ്പോയി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ പാസ് എടുത്തിട്ട് നമുക്ക് പോയി നോക്കാമെന്നും പറഞ്ഞ് മക്കളെയും കൊണ്ടൊക്കെ ഞങ്ങൾ ഇറങ്ങി പോകുന്നുണ്ട്. തിരക്കായതുകൊണ്ടും മഴയായതുകൊണ്ടും വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങിപ്പോയി നോക്കിയപ്പോൾ വരുന്നവരെല്ലാം കോട്ട് വാങ്ങിച്ചിട്ട് അതും ഇട്ട് അവിടെ പോയി വെയിറ്റ് ചെയ്യുന്നു. ഇതാണ് പാറമട, ഒരു തടാകം പോലെ. അതിനുള്ളിൽ ആ ഒരു കൊട്ടവഞ്ചിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കൊട്ടവഞ്ചിയിൽ നമ്മൾ കൊണ്ടുപോകുന്നതിന് 50 രൂപ ഫീസ് വേറെ ഉണ്ട്. അവിടെ മീനുകളെ വളർത്തുന്നതാണ് അതിനകത്ത്. അപ്പം മീനുകൾക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം. കൊട്ടവഞ്ചിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ സൈഡുകളിൽ ടെൻറ്റ് പോലെ വലുതായിട്ട് കെട്ടിയിട്ടുണ്ട്. അതിനുള്ളിൽ നമുക്ക് പിള്ളേർക്കൊക്കെ കാണാൻ പാകത്തിന് അവിടെ പക്ഷികളെയൊക്കെ വളർത്തുന്നുണ്ട്. അതിൻ്റെ ഒരു കാഴ്ചയൊക്കെ കാണാം. പിന്നെ അവിടെ ഒരുപാട് അലങ്കരിച്ചിട്ടുണ്ട്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. രാത്രിയിലൊക്കെ ആണെങ്കിൽ വളരെ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഫുഡും നമുക്കവിടെ മേടിക്കാൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അവിടെ പക്ഷികളെയും ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ അവിടെ ഇട്ടിരിക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ വരുമ്പോൾ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് കൽഗം എന്ന് പറയും. പലതരം പക്ഷികളുണ്ട്.
പിള്ളേരൊക്കെ അതെല്ലാം അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അവിടെ മഴയായതുകൊണ്ടും അവിടെ തിരക്കായതുകൊണ്ടും ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഭാഗത്ത് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. മമ്മയുടെ തീർന്നു. ഇത് പപ്പഴയാ. അല്ല ഇത് പപ്പട ഇട്ടി പപ്പട തന്നെ. ഇല്ല ഞാൻ എൻ്റെ തീർക്കും. അകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിയാണ് കേട്ടോ. അതുകൂടാതെ ആ മൃഗങ്ങളെയൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ പക്ഷികളെ ഇട്ടിരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. വാട്ടർ ടാങ്കിനുള്ളിലും മീനുകളെ ഇട്ടിട്ടുണ്ട്. നമുക്ക് കാല് മുക്കി വെച്ച് അവിടെ ഇരുന്നാൽ നമുക്ക് ആ മീനുകളെ കൊണ്ട് കൊത്തിക്കുന്ന ആ ഒരു ഇതാണ് അവിടെ. അതുതന്നെയാണ് നമ്മൾ ആ പാറമടയ്ക്കുള്ളിലും ഫിഷ് ഫാം എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇത് ഈ വലിയ ടാങ്കിനുള്ളിൽ കാല് വെച്ച് കൊടുത്താൽ ആ മീനുകളെല്ലാം നമ്മുടെ കാലിൽ വന്നിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇത് തന്നെയാണ് വലിയ ഇതിനകത്തും തടാകത്തിനകത്തും ഇതാണ് അതിൻ്റെ കൊട്ടവഞ്ചി. അതിൻ്റെ ചുറ്റും നിൽക്കുന്നതാണ് മീനുകളാണ്. ആ വെള്ളത്തിനകത്ത് ചുമന്ന കളറിൽ കാണുന്നത് അപ്പടി മീനുകളാണ്. നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അവർ നമുക്ക് നമ്മുടെ പുറകെ കൊട്ടവഞ്ചിയുടെ പുറകെ അങ്ങ് പോരും. ഞങ്ങൾക്കതൊന്നും മഴ കാരണം അവിടെ കയറാൻ പറ്റിയില്ല. ഞങ്ങൾ പിറ്റേ ദിവസത്തേക്ക് വരാമെന്നും പറഞ്ഞ് നമ്മളിവിടെ പൈസ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. കാരണം കുട്ടികൾക്കൊന്നും അവിടെ ഇറങ്ങാൻ പറ്റാതെ വന്നു മഴയായതുകൊണ്ട്. നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോകുന്നു. നമ്മൾ നാട്ടുകടയുള്ള നമ്മുടെ ഫോറസ്റ്റ് വ്യൂ പോയിന്റിൽ നമ്മളവിടെ ഒരു സ്റ്റേ ഹോം ഉള്ളത്. അങ്ങോട്ടേക്ക് നമ്മൾ തിരിച്ച് പോരുവാണ് കേട്ടോ. ആ വഴിയിൽ തന്നെയായിരുന്നു നമ്മുടെ KPM ടൂറിസ്റ്റ് വില്ലേജ് ഉള്ളത്. അതുപോലെയുള്ള ആ ഫിഷ് ഫാമുകൾ അതുപോലെയുള്ള പാറമടകളും അവിടെ വേറെയും ധാരാളമായിട്ടുണ്ട്. പക്ഷേ എല്ലായിടത്തും ഈ മഴയുടെ ഒരു കാരണം കൊണ്ട് ഇറങ്ങാൻ പറ്റാതെ ഞങ്ങൾ പോരുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ഹോമിൽ നമ്മളെത്തി. അങ്ങനെ ആ ഹോമിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പോരുന്ന വഴി അങ്ങനെ നല്ല ക്ലിയറായ വഴികളൊന്നും അല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത വഴികളായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ എത്തി. ഈ സ്റ്റേ ഹോം അവിടെ തുടങ്ങിയിട്ട് 6 മാസമായിട്ടേ ഉള്ളൂ. ഒരു റിട്ടയർഡ് എയർഫോഴ്സിലുള്ള ജോലിക്കാരനായിരുന്നു. ആ പുള്ളി റിട്ടയർഡ് ആയതാണ്. പുള്ളിയുടെ ബേബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. താഴത്തെ നിലയിൽ അദ്ദേഹവും കുടുംബവും താമസിക്കുന്നു. മുകളിലത്തെ നിലയിലും അതുപോലെ ഓപ്പോസിറ്റും ഒരു ബിൽഡിങ്ങും കൂടി ഇത്രയുമാണ് അവിടെ സ്റ്റേ ഹോമിലുള്ളത്. മുകളിലത്തെ നിലയിൽ നമുക്ക് 3 ബെഡ്റൂമും അതിന് ബാത്റൂമും എല്ലാം ഉണ്ട്. പിന്നെ ഒരു ചെറിയ ഡൈനിങ് റൂമും ഉണ്ട്. ഈ ഓപ്പോസിറ്റ് സൈഡിൽ 2 ബെഡ്റൂമാണുള്ളത്. ഒന്ന് താഴെയും ഒന്ന് മുകളിലുമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല അടിപൊളി ഭംഗിയാണ്. 6 മാസമായിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല വൃത്തിയും ഉണ്ട്, നല്ല ഭംഗിയുമാണ്, നല്ല കാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നു. അപ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ. അതാണ് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പിള്ളേർ പയ്യെ പോയി നോക്കുകയാണ്. മഴയായതുകൊണ്ട് ഞങ്ങൾ പുറത്ത് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും അന്നേരം ലേശം മഴ മാറിയതുകൊണ്ട് കുട്ടികൾ അതിനകത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. മറ്റ് ഒരു എൻജോയ്മെൻറ്റും അവർക്ക് കിട്ടിയില്ല, പുറത്തിറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്നും പറഞ്ഞ് അതിൻ്റെ ചുറ്റൊന്നും കൂടിയിരിക്കുകയാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാവുന്ന ഭംഗിയാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായൊരു പ്രദേശം. നമുക്ക് ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കാൻ തോന്നും. നല്ല മഞ്ഞും മഴയും അതുപോലെ തണുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കാൻ തോന്നുന്ന ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തെ ബെഡ്റൂമിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ താഴത്തെ ഒരു ബെഡ്റൂമാണിത്. അതിനകത്തൊരു ഡബിൾ ബെഡുണ്ട്.
പിന്നെ ചെറിയ ടി വി വെച്ചിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അത് കൂടാണ്ട് ഒരു ചെറിയൊരു അടുക്കള പോലെ ഒരെണ്ണം ഉണ്ട് കേട്ടോ. നമുക്കവിടെ ഫുഡൊന്നും അധികം പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ചെറിയ രീതിയിലുള്ള കാപ്പിയോ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി ഒരു കെറ്റിലും അതിനുള്ള ചായപ്പൊടി, പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളും, അതുപോലെ ഡിഷ് വാഷും അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. ആ ഒരു സെറ്റപ്പും ഉണ്ട്. പിന്നെ നമ്മൾ വലിയ കെട്ടിടത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ പിള്ളേർക്ക് എക്സസൈസ് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുക അവൾ. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറി ചെന്നാൽ ഒരു ടി വി, വലിയ ടി വിയാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഒരു ഡ്രോയിങ് റൂമും പിന്നെ ഒരു ചെറിയ അടുക്കള പോലെ, അടുപ്പൊന്നുമില്ല, കെറ്റിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ബെഡ്റൂമാണ്. ഇതൊരു വലിയ ബെഡ്റൂമാണ്. ഇതുപോലത്തെ 3 ബെഡ്റൂമും ബാത്റൂമോട് കൂടിയ, ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബെഡ്റൂമും ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഒരു നല്ലൊരു വാർഡ്രോബുണ്ട്. പിന്നെ ഒരു പ്രത്യേക ബാൽക്കണി ഉണ്ട് കേട്ടോ. ബാൽക്കണി ഗ്ലാസ് ഇട്ട് മറച്ചിട്ടുണ്ട്. അതിന് കർട്ടനും ഇട്ടിട്ടുണ്ട്. നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ച മുഴുവനും കാണാൻ പറ്റും. ഒരു സൂപ്പർ ഭംഗിയാണ്. ഇതാണ് അവിടെ നിന്ന് ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. നല്ലൊരു കാഴ്ചയാണ്. ഇതുപോലെ തന്നെ 3 ബെഡ്റൂമാണ് അവിടെ ഉള്ളത്. എല്ലാം ഇതുപോലെ ബാൽക്കണിയോട് കൂടിയതും എല്ലാ സൗകര്യങ്ങളും, ബാത്റൂമും അറ്റാച്ച്ഡ് ആണ്. എല്ലാ സെറ്റപ്പും ഉണ്ട്. അടിപൊളി ഭംഗിയാണ്. അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റേ ഹോം തന്നെയാണ് കേട്ടോ അത്. ഞങ്ങൾ ഉച്ചയോട് കൂടിയാണ് കേട്ടോ അവിടെ ചെന്നത്. അപ്പോൾ നമുക്കുള്ള ഫുഡുകൾ നമുക്കവിടെ ഓർഡർ ചെയ്താൽ അവിടെ കൊണ്ടുവന്ന് തരും. അപ്പോൾ നമ്മളവിടെ ഓർഡർ ചെയ്തിട്ട് വിളിച്ച് പറഞ്ഞ് ഓർഡർ ചെയ്ത് നമ്മൾ കഴിക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം മഴ ലേശം മാറിയതുകൊണ്ട് പിള്ളേർ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ എല്ലാവരും സ്വിമ്മിംഗ് പൂളിലേക്ക് പയ്യെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഈ തോർത്തെല്ലാം ഇങ്ങ് മാറ്റിയിട്ട് ഇപ്പോൾ അതിനകത്തുള്ള കാഴ്ച ഞാനാണ് ഓർത്തുനിന്ന് എടുത്ത് നല്ല തണുത്ത കാറ്റായതുകൊണ്ട് നല്ല തണുപ്പാണ് കേട്ടോ. പക്ഷേ പിള്ളേരത് നല്ല രസമായിട്ട് എൻജോയ് ചെയ്യുവാണ്. ഞങ്ങളൊന്നും ഇറങ്ങിയില്ല കേട്ടോ. പിള്ളേരുകളെ ഇറങ്ങിയുള്ളൂ. എൻ്റെ ഇളയ മോളും ഇറങ്ങി, മൂത്ത ആളും ഇറങ്ങിയില്ല, ഞാനും ഇറങ്ങിയില്ല. മരുമക്കൾ 2 പേരും ഇറങ്ങി. പിള്ളേർക്ക് അതൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു.
ഉണ്ട്. അതിനും എല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇനി കുറച്ച് താഴേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ ഇന്ന് അവിടെ രാത്രിയിൽ ഒരു ആളുള്ളത് ഇല്ല. അതുകൊണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ഓണർ തന്നെയാണ് നമുക്കവിടെ എല്ലാം ബാക്കി പരിപാടികളൊക്കെ ചെയ്തു തരുന്നത്. ഇങ്ങനെ ഇറങ്ങി പോരുന്ന കുറച്ച് വഴി രാത്രി ആയതുകൊണ്ടും പരിചയമില്ലാത്തതുകൊണ്ടും ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇഷ്ടംപോലെ വെട്ടമുണ്ട്. അതുപോലെ ഏലം കാടുകളാണ് കേട്ടോ. ഏലക്കാടിൻ്റെ നടുവിലാണ് ആ കെട്ടിടം ഇരിക്കുന്നത്. നിറയെ ലൈറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മഴയായതുകൊണ്ടാണ് നമുക്കത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയതുള്ളൂ. എന്നാലും കുഴപ്പമില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങി വന്നു. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. പാട്ടും പാടി ഡാൻസ് കളിക്കാനൊക്കെ ഉള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് വന്ന് അതാവുമ്പോൾ നമുക്കത് ഗ്രില്ല് ചെയ്ത് തരും. പിന്നെ നൈറ്റിൽ നമുക്ക് കഴിക്കാൻ ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം. അതും ഇതുപോലെ തന്നെ രാത്രി ആയാലും അവർ കൊണ്ടുതരും. ടൗണിൽ നിന്ന് കുറച്ച് മാറിയാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. അതുകൊണ്ട് അവരവിടുന്ന് ഓട്ടോറിക്ഷയിൽ നമുക്ക് സാധനം എത്തിച്ചു തരും. നമ്മൾ വിളിച്ചു പറഞ്ഞ് ഓർഡർ കൊടുക്കുന്നതാണ് കേട്ടോ. ഇതാണ് ഈ സ്റ്റേ ഹോമിൻ്റെ ഓണർ. ഞാൻ പറഞ്ഞായിരുന്നു എക്സ് എയർഫോഴ്സിലെ ആളാണ്. ബേബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാവരും കൂടി കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്. സ്റ്റേ ഹോമിൻ്റെ ഓണർ ബേബിയുണ്ട്. പുള്ളിനെ സഹായിക്കാനായിട്ട് ഞങ്ങൾ കൂടി എല്ലാവരും കൂടി അത് ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഫുഡ് വേറെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അവിടെ എത്തപ്പെട്ടു. അതെല്ലാം കൂടി രാത്രിയിൽ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ കിടക്കുന്ന ആ ബെഡ്റൂമിൻ്റെ അടുത്ത് ആയിട്ട് താഴേക്ക് ഇറങ്ങിയാണ് ഈ ഒരു സെറ്റപ്പ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ ഉറങ്ങുന്നവർക്ക് ശല്യം വരാതിരിക്കാനാണ്. കുറച്ച് മാറിയിട്ട് DJ പാർട്ടിയൊക്കെ നടത്താൻ DJ യൊക്കെയുള്ള സെറ്റപ്പൊക്കെ ചെയ്തിരിക്കുന്നു കേട്ടോ. ഒരു അപ്പനും മോളും കൂടി അവിടെ നല്ല പാട്ടും ഹിന്ദിപ്പാട്ടും തമിഴ്പാട്ടും കൊറിയൻ പാട്ടും ഒക്കെ ആയിട്ട് ആഘോഷമായിരുന്നു. ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തെല്ലാം എത്തപ്പെട്ടു. ഇനി അതിനുള്ള ഫുഡും വന്നായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കഴിച്ചു. രാത്രിയിൽ നമ്മൾ കുറേ സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഫുള്ള് വെട്ടാണ് കേട്ടോ. ഏലക്കാത്തോട്ടമാണ്. നല്ല ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമൊക്കെ ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ഇല്ല, താഴേക്കാണ്. ഇത് ഞങ്ങളുടെ ഫ്രണ്ടാണ്, അവനാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ രാത്രിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോന്നു.
അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അവിടെ ഒരു സ്റ്റേ ഹോം ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കുകയും കൂടി ചെയ്യാമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. വാഗമണ്ണ് പോകുമ്പോൾ ഒരു 1 ഡേ സ്റ്റേ ഹോമിന് വളരെ നല്ല ഒരു പ്ലേസാണിത്. നിങ്ങൾ അത് ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും. ഞാൻ എൻ്റെ നമ്പറൊന്നും വാങ്ങിച്ചില്ല. അടിപൊളി സ്ഥലമാണ്, അടിപൊളി സെറ്റപ്പൊക്കെയാണ്. നിങ്ങളും ഒന്ന് ഇവിടെ വരുമ്പോൾ, ഈ ഭാഗത്ത് വരുമ്പോൾ വാഗമണ്ണ് വരുന്നവർ അവിടെ ഒന്ന് സ്റ്റേ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. അവിടെ ഡിസംബർ വരെയും ഫുൾ ബുക്കിംഗ് ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.